ஏண்டி நான் விக்கலமா? എത്രയോ തവണ ഈ സിനിമയും സീനും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആയുർവേദത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവില്ലേ? അപ്പോൾ ഇന്ന് ഞാനത് പരിഹരിച്ചു തരാം. നമ്മുടെ ശരീരത്തിൽ ഡോം ഷേപ്പിൽ ഒരു മസിൽ ഉണ്ട്, അതിന് ഡയഫ്രം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ പെട്ടെന്ന് ഇൻസ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. ആ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇൻസ്പയർ ചെയ്ത എയർ വോക്കൽ കോഡിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ആ വോക്കൽ കോഡ് ക്ലോസ് ആകുമ്പോഴാണ് ഈ ഹിക്കപ്സ് അല്ലെങ്കിൽ സ്റ്റാമർ നമുക്ക് ഉണ്ടാകുന്നത്. ഡയഫ്രത്തിന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ഷൻ ഇറിറ്റേറ്റ് ആകുമ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് സിഗ്നൽസ് വന്നിട്ട് ഡയഫ്രം പെട്ടെന്ന് കോൺട്രാക്ട് ആകുന്നു. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കോൺട്രാക്ട് ആകുന്നു നോക്കാം. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഈ അതായത് ഡ്രൈ ആക്കുന്ന ശരീരത്തിന്റെ സ്കിന്നിനെ മൊത്തം ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള ജ്യൂസസ് ഒക്കെ കുടിക്കുക, പിന്നെ എന്തെങ്കിലും ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ഇതൊക്കെയാണ് നമ്മളെ ഡയഫ്രത്തിനെ ട്രിഗർ ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. ആയുർവേദത്തിൽ ഇതിനെ നമ്മൾ ഹിക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണങ്ങൾ, അതായത് കോസേറ്റീവ് ഫാക്ടറിന് നമ്മൾ കോമൺ ആയിട്ട് നിദാനങ്ങൾ എന്ന് പറയുന്നു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശ്വാസ, ഏക, ഹേതു, പ്രാഗ്രൂപ, സംഖ്യ, പ്രകൃതി, സംശയാഹ. നമ്മൾ ജസ്റ്റ് ഹിക്കപ്സ് എന്ന് മാത്രം പറയുന്നേക്കാളും ആയുർവേദത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് ടൈപ്പുകളും കൂടെ പറയുന്നുണ്ട്. അതായത് അന്നജം, ഗംഭീരം, മഹതി, യമള, ക്ഷുദ്ര, അങ്ങനെ 5 തരത്തിലുള്ള ഹിക്കപ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെ അതിനെ ചികിത്സിക്കുന്നത്? പെട്ടെന്ന് കുറെ വെള്ളം എടുത്ത് കുടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇക്കള ഞാനും അക്കരെ പോയി ഇക്കളക്കരെ തിന്നു, ഞാൻ ഇക്കരുന്നു, അങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര എടുത്ത് അത് അലിയിച്ച്